ഈ വിശുദ്ധ ദിവസത്തിൽ സഭ വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയും പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 4-ാം അധ്യായം 16 മുതൽ 21 വരെയുമുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാവുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേതേലിലേക്ക് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേതേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇവിടെ പഴയ നിയമവേദഭാഗങ്ങൾ വായിച്ചവസാനിച്ചു. പുതിയ നിയമവേദഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുൻപായി ഒരു പ്രത്യേക ഗാനം കേൾക്കാം. പാടുന്നത് അലിയോണ ഷാൻഷറി.
പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 4-ാം അധ്യായം 16 മുതൽ 21 വരെ. 1 യോഹന്നാൻ 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇവിടെ ഇന്ന് വായിക്കുവാനുള്ള ദൈവവചനങ്ങൾ വായിച്ച് അവസാനിച്ചു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം വാക്യങ്ങൾ 19 മുതൽ 31 വരെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ എഴുതപ്പെട്ട തിരുവചനം ശ്രവിപ്പിൻ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചുവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാതിരുന്നാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ടത് വിശുദ്ധ സുവിശേഷം. തിരുവചന ശുശ്രൂഷയ്ക്ക് മുൻപായി നാം നിൽക്കവേ തന്നെ ഗീതങ്ങളിൽ 211-ാം ഗീതം, അതിൻ്റെ 1ഉം 2ഉം 6-ാമത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. ഗീതം 211. യേശുവോട് കൂടെ പാർക്കാം, നിത്യം സേവ ചെയ്യും ഞാൻ, കൂടുകില്ല എന്നെ ആർക്കും ആട്ടിദൂരെയാക്കുവാൻ.
പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ അങ്ങയുടെ കൃപയുടെ ചാലകങ്ങളാക്കി ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹമായി നടത്തുന്ന ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ തിരുസന്നിധിയിൽ അങ്ങയുടെ വചന കേൾവിക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ഹിതം നിറവേറ്റുവാനായുള്ള വാഞ്ചയും വിശ്വാസനിറവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങളിലൂടെ അങ്ങയുടെ മാറ്റമില്ലാത്ത ജീവചാലകങ്ങളായി നിലനിൽക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ. അല്പസമയം നാഥ, അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കുന്നു. അയോഗ്യനായ അടിയനെയും അങ്ങയുടെ മക്കളെയും ഒരുപോലെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കൃപ തോന്നി ഞങ്ങൾ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം ജീവിക്കുന്നത് തൽക്ഷണ സുഖങ്ങളും ഭൗതിക നേട്ടങ്ങളും മനുഷ്യ വിജയത്തിൻ്റെ അളവുകോലായി കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ഇവിടെ സുവിശേഷത്തിൽ യേശു ധനവാനും ലാസറും എന്ന ഈ ഉപമയിലൂടെ ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട 3 പാഠഭാഗങ്ങളുടെയും അന്തസ്സത്ത ഒന്നാണ്. ഈ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിത്യജീവനെ നിർണയിക്കുന്നു എന്ന മഹത്തായ സത്യമാണ് ഈ വേദഭാഗങ്ങളുടെ അന്തരാർത്ഥമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശു തൻ്റെ കേൾവിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതം ശവക്കുഴിയിൽ അവസാനിക്കുന്നില്ല, അത് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന സത്യമാണ് കർത്താവ് ഈ ഉപമയിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ദിവസം എല്ലാവരും ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളും സമ്പത്തും ഒക്കെ വിട്ട് നിത്യതയിലേക്ക് കടക്കും. അപ്പോൾ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, നീ എന്ത് സമ്പാദിച്ചു എന്നതല്ല, നീ എങ്ങനെ ജീവിച്ചു എന്ന ചോദ്യമാണ് ഓരോ ദൈവത്തിനോടും ചോദിക്കപ്പെടുന്നത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ജോൺ വെസ്ലി പറഞ്ഞത്, ഞാൻ മരിക്കാത്ത ആത്മാക്കളോട് പ്രസംഗിക്കുന്നു, നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് വെസ്ലി ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട ഈ 3 പാഠഭാഗങ്ങളിലൂടെ ചില ചിന്തകൾ ചുരുക്കമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അപ്പം നിത്യതയെ കുറിച്ചുള്ള ആ ബോധ്യവും അതിനായുള്ള ഒരു ഒരുക്കവും ഈ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് പഴയ നിയമ പാഠഭാഗമായി വായിച്ചു കേട്ടത്. അവിടെ പറയുന്നത് നിത്യതയെ ലക്ഷ്യമാക്കിയ വിശ്വാസപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസയാത്രയിൽ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ദൈവ പൈതലിന് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതം നമുക്കറിയാം, ഒരു തീരുമാനത്തോടു കൂടിയാണ് മാറുന്നത്. 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേട്ടു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട്, അവിടെ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക എന്ന് ദൈവം അബ്രഹാമിനോട് ഇവിടെ പറയുന്നു. ഇവിടെ അബ്രഹാം ഒന്നും അറിയാതെയാണ്
തൻ്റെ യാത്ര ആരംഭിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെക്കാൾ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തെക്കാളൊക്കെ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ഹിതവും തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകാനായിട്ട് ആഗ്രഹിക്കുന്നതായ അബ്രഹാം പിതാവിനെ നാം കാണുന്നു. നമുക്കറിയാം, ഇവിടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ധനവാൻ ഭൂമിയിലെ ജീവിതം മാത്രമാണ് സ്വപ്നം കണ്ടത്. എന്നാൽ ലാസർ ദൈവത്തിൽ പ്രത്യാശ വെച്ചുവെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ അവിടെ പറയുന്നുണ്ട്, ഇരുവരും മരിച്ചു, എന്നാൽ നിത്യതയിൽ അവരുടെ അവസ്ഥകൾ പൂർണ്ണമായി മാറി എന്ന് സുവിശേഷകൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വാക്യത്തെക്കുറിച്ച് ജോൺ സ്കോട്ട് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനി ഇന്നത്തെ ജീവിതം നാളത്തെ നിത്യതയുടെ വെളിച്ചത്തിലാണ് ക്രമപ്പെടുത്തേണ്ടത്. ക്രിസ്ത്യാനി ഇന്നത്തെ ജീവിതം നാളത്തെ നിത്യതയുടെ വെളിച്ചത്തിലാണ് ക്രമപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് പലരും തൊഴിൽ, സമ്പത്ത്, വിദേശവാസം എന്നിവയ്ക്കായിട്ട് വർഷങ്ങളോളം പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ അവിടെ വേദഭാഗം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നീ നിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം ഈ വേദഭാഗത്ത് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ദൈവം ആദ്യം ലക്ഷ്യസ്ഥാനം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല അബ്രഹാമിന്. അപ്പം അബ്രഹാം കണ്ടറിഞ്ഞതിനെ അടിസ്ഥാനമാക്കിയല്ല, ഇവിടെ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്ര തുടങ്ങിയത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ഈ യാത്രയെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ അവൻ പുറപ്പെട്ടു എന്ന് എബ്രായ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ധനവാൻ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ല, അവൻ ഇന്നത്തെ കാര്യങ്ങൾക്കായി മാത്രം ജീവിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ഇവിടെ ലാസറിനെ കുറിച്ച് പറയുന്നു, ലാസർ ദൈവത്തിൽ ആശ്രയിച്ചു. ഇപ്പോൾ ഒരാൾ ദൈവമില്ലാതെ ജീവിച്ചു, മറ്റൊരാൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചു. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ ജീവിതവും അതിൻ്റെ പരിണിത ഫലവും ഇവിടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു സംഭവമുണ്ട്. അവിടെ നമ്മളിവിടെ കാണുന്നുണ്ട്, മരണം അവരുടെ തീരുമാനങ്ങളുടെ ഫലം വെളിപ്പെടുത്തി എന്നാണ് ലൂക്കോസ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലിയോൺ മോറിസിനെ പോലെയുള്ള വേദശാസ്ത്രജ്ഞന്മാർ ഈ ഒരു ഉപമയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഉപമയുടെ കേന്ദ്രം സമ്പത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ പ്രശ്നമല്ല, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണത്തിൻ്റെ പ്രശ്നമാണ് എന്ന് ലിയോൺ മോറിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഇന്നത്തെ യുവാക്കൾ അല്ലെങ്കിൽ യുവതി യുവാക്കൾ കരിയറിനായി ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നു. മാതാപിതാക്കൾ അവരുടെ ഭാവി തലമുറയെ ഓർത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെ ഇന്ന് ക്രമപ്പെടുത്താനായിട്ട് ഒരുങ്ങുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഈ തീരുമാനം എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഈ ഒരു ജീവിതയാത്രയിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എൻ്റെ നിത്യതയിലേക്ക് എനിക്ക് മുതൽക്കൂട്ടാകുന്നുണ്ടോ എന്ന ചോദ്യം ഈ വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിത്യതയെ മറക്കുന്ന തീരുമാനങ്ങൾ എത്ര ആകർഷകമായാലും അത് നമ്മെ തകർത്ത് കളയും എന്ന് ഈ പഴയ നിയമ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേൾക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടായത്, ഒരു പുതിയ വ്യക്തിത്വമായി അബ്രഹാം രൂപാന്തരപ്പെട്ടത്. ഇന്ന് തലമുറകളുടെ പിതാവായി അബ്രഹാമിനെ കാണുന്നത് അനുസരിക്കുന്ന ആ അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള വിധേയത്വവും സമർപ്പണവുമായിരുന്നു എന്ന് പഴയ നിയമം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത, 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറയുന്നത് നിത്യതയ്ക്കായി സ്നേഹത്തിലും കരുണയിലും ജീവിക്കുക എന്നതാണ്. ഇവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം സ്നേഹത്തിൻ്റെ മൂർത്തിയായി വെളിപ്പെടുത്തുന്ന യോഹന്നാനെയാണ് നമ്മിവിടെ കാണുന്നത്. 16-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, ദൈവം സ്നേഹമാകുന്നു. അപ്പം യോഹന്നാൻ പറയുന്നത് സ്നേഹം ദൈവത്തിൻ്റെ ഒരു ഗുണം മാത്രമല്ല. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, അവിടുന്ന്
സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്നാണ് ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 20-ാമത്തെ വാക്യത്തിൽ ആ യോഹന്നാൻ പറയുന്നത്, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന യോഹന്നാൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, ഇവിടെ കർത്താവ് പറയുന്ന 2 വ്യക്തികളുടെ ജീവിതമുണ്ട്. അവിടെ ധനവാന്റെ പരാജയത്തിൻ്റെ കാരണമാണ് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് 16 വിശകലനം നമുക്ക് കാണാൻ സാധിക്കും. ലാസർ ധനവാന്റെ വാതിൽക്കൽ കിടക്കുകയായിരുന്നു എന്നാണ് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ ധനവാൻ ലാസറിനെ കാണാതിരുന്നില്ല, പക്ഷേ ധനവാൻ ലാസറിനെ കണ്ടിരുന്നു. പക്ഷെ പ്രശ്നം അതല്ല, കണ്ടിട്ടും അവനെ അവഗണിച്ചതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം ലാസറിനെ സഹായിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ധനവാന്റെ മുൻപിലുണ്ടായിരുന്നു. പക്ഷേ ആ ജീവിച്ചിരുന്ന കാലത്ത് യാതൊരു വിധത്തിലുള്ളതായ നന്മയും ഈ പാവപ്പെട്ട മനുഷ്യൻ ലഭിക്കാനായി ഈ ധനാഢ്യനായ മനുഷ്യൻ ശ്രമിച്ചില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഗ്രീക്ക് ഭാഷയിലെ ഒരു നിരീക്ഷണം വളരെ കൗതുകകരമാണ്. ഈ ഒരു വാതിൽക്കൽ അല്ലെങ്കിൽ ഗേറ്റ് എന്ന ഈ ഒരു വാക്ക്, അതിൻ്റെ ഗ്രീക്ക് അർത്ഥം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വലിയ കൊട്ടാരങ്ങളുടെ മുൻപിലുള്ള കവാടത്തെയാണ് ഈ ഗേറ്റ് സൂചിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ധനവാനും ലാസറും തമ്മിലുള്ള ദൂരം അത് കുറവായിരുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം അവർ വളരെ അടുത്ത് ജീവിച്ചവരായിരുന്നു. അതാണ് ഈ ഗേറ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ വാതിൽക്കൽ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ വലിയ അന്തരമുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ അവിടെ ലൂക്കോസ് പറയുന്നുണ്ട്, പിന്നീട് മരണശേഷം ആ ദൂരം മഹാഗർത്തമായി തീർന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാക്യത്തെക്കുറിച്ച് വേദശാസ്ത്രജ്ഞനായ വില്യം ബാർക്ലെ ഇങ്ങനെ പറയുന്നുണ്ട്, ധനവാനെ ശിക്ഷിച്ചത് അവൻ ചെയ്ത ദോഷത്തിനല്ല, ചെയ്യാതിരുന്ന നന്മ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്ന നന്മ അവൻ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ ധനവാനെ ദൈവം ശിക്ഷിച്ചത് എന്ന് ബാർക്ലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സഭയിൽ വരുന്ന ഒരു വിശ്വാസി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ ഒരു കുടുംബം, നമുക്ക് ചുറ്റുമുള്ള ഒരു കുടുംബം ഒരു തകർച്ചയിലായിരിക്കാം. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരാകാം. നാം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി അവൻ ആത്മഹത്യ പ്രേരണയോടുകൂടെ ജീവിക്കുന്നവനാകാം. എന്നാൽ അവിടെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ ആ സ്ഥാനത്ത് ലാസറാണോ ധനവാനാണോ എന്ന ചോദ്യമാണ് കർത്താവ് ഇവിടെ നമ്മോട് ചോദിക്കുന്നത്. അപ്പം നാം അവരുടെ മുൻപിൽ ലാസറായിട്ട് പരിണമിക്കുമോ, അതോ നാം അവരുടെ മുൻപിൽ ഈ ധനവാനായിട്ട് അവരുടെ പ്രശ്നങ്ങളോട് ഏകീഭവിക്കുമോ എന്ന് കർത്താവ് ഇവിടെ ചോദിക്കുകയാണ്. 3-ാമത്തെ ചിന്ത, സുവിശേഷ വേദഭാഗത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 27 മുതൽ ഉള്ള വാക്യങ്ങളിൽ അവിടെ കർത്താവ് പറയുകയാണ്, നിത്യതയ്ക്കായി ദൈവവചനത്തോട് പ്രതികരിക്കുക എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇത് ആത്യന്തികമായി പഴയ നിയമം മുതൽ വെളിപാട് വരെ ഉള്ള സദ്വാർത്തയാണ്. കാരണം നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നാം നേരിടുന്നതായ വെല്ലുവിളികളിലൊക്കെ ദൈവം നമ്മോട് മന്ത്രിക്കും. നമുക്ക് തെറ്റും ബോധ്യപ്പെടുത്തി തരും. പക്ഷെ പലതും നഷ്ടപ്പെടുത്താൻ മടിയുള്ളത് കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ 30-ാമത്തെ വാക്യത്തിൽ അവിടെ ലൂക്കോസ് പറയുകയാണ്, ആരെങ്കിലും മരിച്ചവരിൽ നിന്ന് ചെന്നാൽ അവർ മാനസാന്തരപ്പെടുമെന്ന ഈ ധനവാന്റെ ചിന്ത ഇവിടെ ലൂക്കോസ് ഉയർത്തുന്നുണ്ട്. അബ്രഹാമിൻ്റെ മറുപടി വളരെ പ്രസക്തമാണ്. അബ്രഹാം പറയുകയാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അപ്പം ഇവിടെ യേശു വളരെ ആഴമുള്ള ഒരു സത്യം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന സന്ദേശവും അതുതന്നെയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, പ്രശ്നം തെളിവുകളുടെ അഭാവമല്ല, പ്രശ്നം ഹൃദയത്തിലെ അനുസരണക്കേടാണ് എന്ന് കർത്താവ് വളരെ ആഴത്തിൽ അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സുവിശേഷ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഇത് യേശുവിൻ്റെ
സ്വന്തം ഉയർപ്പിനെ കുറിച്ചുള്ള ഒരു പ്രവചന സൂചനയാണ് എന്ന് വേദപഠിതാക്കൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റിട്ടും പലരും വിശ്വസിച്ചില്ല എന്ന് പിന്നീട് ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു വിശ്വാസ ശോഷണത്തിൻ്റെ കാലഘട്ടമാണ് ഇന്ന്. നമുക്കറിയാം, നമ്മുടെ കൈകളിൽ ബൈബിളുണ്ട്. ബൈബിൾ ലഭിക്കാതിരുന്ന നമ്മുടെ പിതാക്കന്മാരുടെ ഒരു കാലഘട്ടം നമുക്കറിയാം. അപ്പോൾ ബൈബിളിലെ സത്യങ്ങൾ വായിച്ച് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം ബൈബിളുണ്ട്. അതുപോലെ തന്നെ നിരവധി പ്രസംഗങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു, യൂട്യൂബിലും മറ്റുമായിട്ട്. അതുപോലെ തന്നെ അനവധിയായ ആത്മീക പുസ്തകങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ദൈവവചനത്തോടുള്ള അനുസരണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് അറിവ് വർദ്ധിക്കുന്നു, എന്നാൽ ആത്മീകത ക്ഷയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ജോൺ ആർതർ പറയുന്നുണ്ട്, മനുഷ്യനെ മാറ്റുന്നത് അത്ഭുതങ്ങളല്ല, ദൈവവചനത്തിൻ്റെ ശക്തിയാണ് എന്ന് ഈ വേദഭാഗത്തോട് അനുബന്ധിച്ച് ആർതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെ സംസാരിക്കുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. സഭയിൽ നാം കൂടി വരുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്നാലൊരു ചോദ്യം, നാം കേൾക്കുന്നുണ്ടോ? എന്നാൽ കർത്താവ് പറയുകയാണ്, കേൾക്കാത്തവന് പിന്നീട് അവസരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ ഉപമയിൽ കർത്താവ് വളരെ ആഴമുള്ള ഞെട്ടിക്കുന്ന 5 സത്യങ്ങൾ കൂടി ഈ കൊച്ചുപമയിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒന്ന്, കർത്താവ് പറയുകയാണ്, ഈ ഉപമയിലെ കർത്താവ് പറയുന്ന 2 പേരും, ലാസറും ധനവാനും, ഇവർ 2 പേരും മരിച്ചുപോയി എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അവിടെ ഇത് ഓർമ്മിപ്പിക്കുന്നത് മരണം എല്ലാവർക്കും ഉറപ്പുള്ളൊരു യാഥാർത്ഥ്യമാണ്. മരണത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നീട് കർത്താവ് പറയുകയാണ്, ഈ മരിച്ച 2 പേരും, അവർ 2 പേരും ബോധപൂർവം പിന്നീട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന സത്യമാണ് കർത്താവ് ഈ ഉപമയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും നമുക്ക് നമ്മുടെ ഈ വിശ്വാസ തലങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും അതിനോടൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുമെങ്കിലും ആഴമായി നമ്മിൽ ഇന്ന് നിലകൊള്ളുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ജീവിതം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമെന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി ഈ ഉപമയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മരണത്തിന് ശേഷം നിശ്ചയമായും ഒരു ജീവിതമുണ്ട് എന്ന സത്യമാണ് കർത്താവ് ഈ ഉപമയിലൂടെ വെളിപ്പെടുത്തുന്ന 2ാമത്തെ സത്യം. 3ാമത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മരണശേഷം ഈ 2 പേരുടെയും അവസ്ഥകൾ പൂർണ്ണമായി മാറി എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം ഭൂമിയിലെ നില നിത്യതയിലെ നിലയല്ല എന്ന യാഥാർത്ഥ്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ കഷ്ടതയും പ്രയാസവും അവഗണനയും വേദനകളും കണ്ണുനീരും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുവന് നിത്യതയിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന കാഴ്ചപ്പാട് കർത്താവ് മാറ്റുകയാണ്. അവൻ ദൈവത്തെ വിളിക്കുകയും ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും നിത്യതയിൽ ദൈവം അവന് ഒരു പുതിയ മാനം നൽകുമെന്ന് ഈ ഉപമയിലൂടെ കർത്താവ് 3ാമതായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. 4ാമത് കർത്താവ് ഈ ഉപമയിലൂടെ പറയുന്നത്, മരണത്തിൻ്റെ ശേഷം മാറ്റത്തിനുള്ള അവസരം ഇല്ല എന്നതാണ്. നമുക്കറിയുന്ന മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, മരണത്തിൻ്റെ ശേഷമുള്ള ക്രിയകൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല, ഒരു കാര്യവുമില്ല. കാരണം മരണത്തിന് ശേഷം മാറ്റത്തിനുള്ള അവസരമില്ല എന്ന് വളരെ അടിസ്ഥാനപരമായി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ തീരുമാനിക്കേണ്ട സമയം ഇപ്പോഴാണ്. ഇതാണ് സുപ്രധാനമായ സമയം. ഈ സമയത്ത് ഞാൻ നിങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ദൈവം ഏറ്റെടുക്കുകയും നമ്മെ അവിടുത്തെ ഭാഗഭാക്കാക്കി തീർക്കുകയും ചെയ്യും എന്ന് ഈ ഉപമയിലൂടെ കർത്താവ് 4ാമതായി ഓർമ്മിപ്പിക്കുകയാണ്. 5ാമതായിട്ട് കർത്താവ് പറയുന്നത്, ദൈവവചനം മതിയായ മുന്നറിയിപ്പാണ് എന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം, ഈ വചനം ആണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അപ്പം ഈ വചനത്തെ മാറ്റി വെച്ചുകൊണ്ട് പല ഉപദേശങ്ങൾക്കും പല കാഴ്ചപ്പാടുകൾക്കും ഒക്കെ പുറകെ പോകുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് വിദ്യാഭ്യാസവും വിവരവുമുള്ള ഈ കാലഘട്ടത്തിലും മലയാളികൾ
പറ്റിക്കപ്പെടുന്നതിൻ്റെ നിരവധിയായ സൂചനകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായ ആൾ ദൈവങ്ങളും അതിന് അനുരൂപമായ ചില കൂണുപോലെ മുളച്ചു വരുന്ന സഭകളുമൊക്കെ ഇന്ന് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പറയുകയാണ്, ഇനി മറ്റൊരു തെളിവ് ആവശ്യമില്ല. അപ്പോൾ ഇത് വചനം, ഇതാണ് ഞാൻ നിങ്ങളും ഓർത്തിരിക്കേണ്ടത്. ഈ വചനപ്രകാരമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്ന് ഈ നിത്യതയുടെ പടിവാതിൽക്കിലേക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നതായ ലാസറിനും, അതിലേക്ക് പ്രവേശിക്കുന്നതായ ലാസറിനും, അത് നഷ്ടപ്പെടുന്ന ധനവാനെയും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്നുണ്ട്, അബ്രഹാം വിശ്വാസത്തിൻ്റെ തീരുമാനമെടുത്തു, ലാസർ ദൈവത്തിൽ ആശ്രയിച്ചു, ധനവാൻ നിത്യതയെ അവഗണിച്ചു എന്ന് പാഠഭാഗങ്ങൾ നാം കേട്ടു. അപ്പം നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കും? നിത്യതയെ കണ്ട് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും, അതുപോലെ തന്നെ ദൈവവചനത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ നമുക്ക് ഏത് തിരഞ്ഞെടുക്കാം? അപ്പം ഈ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തൃത്വത്തിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ഈ വേദഭാഗങ്ങളിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതവും മരണവും നിത്യതയും കർത്താവിൻ്റെ മഹത്വത്തിനായിരിക്കും എന്ന ആ വലിയ സന്ദേശം ഈ പാഠഭാഗങ്ങളിലൂടെ നമ്മെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപിലുള്ള ദൈവം ഒരുക്കുന്ന ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വാഞ്ചയോടുകൂടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കൃപാസമ്പൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ബലഹീനരായ ഏഴകളായ ഞങ്ങളുടെ ഈ കൊച്ചു യാത്രയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അബ്രഹാമിനെ വിളിച്ച ദൈവം, ദൈവത്തോട് ചേർന്ന് നിന്ന ലാസർ, ദൈവത്തെ അവഗണിച്ച ആ ധനാഢ്യനായ മനുഷ്യൻ, ദൈവം സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച യോഹന്നാൻ, ദൈവമേ, ഇവരുടെ ചിന്തകൾ ഞങ്ങളിൽ മനനം ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ നിത്യജീവിതത്തെ രൂപപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിത്യ വിശ്വാസ പ്രമാണം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയും കടലുമുള്ള സകലത്തെയും സൃഷ്ടിയായ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങളിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, ഉണ്ടാക്കപ്പെട്ടവനല്ല, അവനാൽ സകലവുമുണ്ടായി. മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി പിതാവിന് വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയച്ചനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ ഏകവിശ്വസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകവിശ്വാസത്തിൽ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും പെരുവാള ലോകത്തിലെ ജീവന് ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. അറിയിപ്പുകൾ. നോട്ടീസായിട്ട് സഭയെ അറിയിക്കുവാനുള്ളത്, കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര വഴിപാട് 10,001 രൂപ, കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ഓഫ് ഡേ ആയിട്ട് ലഭിച്ചത് 2,500 രൂപ, പൂർ ഫണ്ടിലേക്ക് ലഭിച്ചത് 3,750 രൂപ, ഫ്രൈഡേ ഓഫർ 560 രൂപ, 175 വാർഷികത്തിൻ്റെ ധനസമാഹരണത്വം ലഭിച്ചത് 10,000 രൂപ, ലേലത്തിലൂടെ ലഭിച്ചത് 370 രൂപ. കഴിഞ്ഞ ആഴ്ചകളിൽ അറിയിച്ചു വരുന്നത് പോലെ പാസ്റ്റേറ്റ് കമ്മിറ്റി മഹായിടവക കൗൺസിലുകളിലേക്കുള്ള
തിരഞ്ഞെടുപ്പുകൾ ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്നവരും നിങ്ങളെ അറിയിക്കുന്നത് ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള 6ാമത്തെ അറിയിപ്പ്. തീർച്ച വോട്ടർ പട്ടിക 13-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. തുടർന്ന് നാമനിർദ്ദേശ പത്രികകൾ വിതരണം ആരംഭിക്കുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭയുടെയും മഹാഡുവയുടെയും ഒക്കെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതായ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും മാർഗനിർദ്ദേശങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ സഭയെ മുൻപോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കമ്മിറ്റികളിലേക്ക് കാലാകാലങ്ങളിൽ നമ്മൾ നാമനിർദ്ദേശം ചെയ്യും, നമ്മളെ തിരഞ്ഞെടുക്കും. എന്നാൽ ഇതൊരു ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇതൊരു വിളിയും അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരു നിയോഗവുമാണ് എന്ന ആ ബോധ്യത്തോടുകൂടെ ഇതിനെ നോക്കിക്കാണണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മളൊരു നിയോഗ ശുശ്രൂഷയോടുകൂടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം നമ്മളെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം നമുക്ക് വിശ്വസ്തയോട് നിറവേറ്റുവാനായിട്ടുള്ള സമയവും സാഹചര്യവും ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ ഇതിന് നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആർക്കും നിൽക്കാൻ, നമുക്കറിയാം ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും ഈ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനായിട്ട് എല്ലാവരും യോഗ്യരാണ്. പക്ഷേ നമുക്ക് ഇതൊരു ശുശ്രൂഷയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നിൽക്കാനായിട്ടുള്ള സാഹചര്യവും മനസ്സും പ്രാർത്ഥനാ ജീവിതവും നമുക്ക് അത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്നത് നമുക്കറിയാം. കാരണം കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന കർത്താവിൻ്റെ വചനം നമുക്കറിയാം. അതുകൊണ്ട് കാലകാലങ്ങളിൽ ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നതല്ല, കാരണം ഇത് കാലകാലങ്ങളായി പല സഭകളിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ചിലരൊക്കെ പറയും, ഞങ്ങൾ ഇത് അർഹതയില്ലാതെ ഏറ്റെടുത്ത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം തകർന്നു പോയതെന്നൊക്കെ ഇതിനു മുമ്പ് ഇരുന്ന സഭകളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവം നിങ്ങളെ തോന്നിപ്പിക്കുന്നുവെങ്കിൽ മാത്രം ഈ സ്ഥാനത്തേക്ക് നിൽക്കുക. അത് ദൈവം നിങ്ങളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്താൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ദൈവഹിതപ്രകാരം ഇതിനു വേണ്ടി നിലകൊള്ളുക. അവിടെ ഗ്രൂപ്പോ യാതൊരു വിധത്തിലുള്ളതായ വേർതിരിവുകളോ പാടില്ല. സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ടാണ് നമ്മളെ വിളിക്കുന്നതെന്ന ആത്മാർത്ഥമായ ബോധ്യവും വിശ്വാസവും നമുക്ക് ആവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കടമ എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇത് പലപ്പോഴും അറിയാതെ നമ്മൾ പല തലങ്ങളിൽ ഇതിലൊക്കെ ചെന്ന് ചാടുമ്പോൾ അത് നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം 175-ാം വാർഷിക പദ്ധതികളുടെ പണസമാഹരണവും തുടർന്നുള്ള ആ പ്രോജക്റ്റുകൾ നിർവഹിക്കുന്നതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനായി ഒരു പൊതുയോഗം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ചതായിരുന്നു. അത് ഒരു മരണത്തെ തുടർന്ന് മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം 175-ാം വാർഷികം ആഘോഷിക്കുവാനായിട്ട് നമ്മുടെ സഭ ഒരുങ്ങുകയാണ്. 170 വർഷങ്ങൾക്ക് മുമ്പ് വൈദേശികരായ മിഷണറിമാരിലൂടെ ഇവിടെ പടുത്തുയർത്തിയതായ ഈ സഭയും ഈ നമ്മുടെ വിശ്വാസ ജീവിതവും അത് ദൈവത്തിന് മുൻപിൽ എന്നും മഹത്വകരമാണ്. അതുകൊണ്ട് അവർ നമ്മളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ അതിൻ്റെ ബാക്കി ചെയ്യാനായിട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ സഭയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളുടെ ഏവരുടെയും കൈത്താങ്ങലുണ്ടാകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ അറിയിച്ചതുപോലെ SSLC +2 പരീക്ഷകളിൽ A+ ലഭിച്ചവരും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ലഭിച്ചതായ കുട്ടികൾക്കും സഭ ഇന്ന് ആരാധനയ്ക്ക് ശേഷം മെമൻറ്റോ നൽകുന്നുണ്ട്. ആരാധനയ്ക്ക് ശേഷം അത് കൈപ്പറ്റണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച നെഹ നിക്സൺ, +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച ബെനിറ്റോ ലിയോൺ, LSS നേടിയ ആഞ്ചലീന ഷാൻഷറി, ഇവരെ സഭയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ സൺഡേ സ്കൂള് ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ കുട്ടികളെ സൺഡേ സ്കൂളിൽ അയക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നത്. പള്ളി കഴിയുമ്പോൾ സൺഡേ സ്കൂളിന് എത്തിക്കുന്ന പതിവ് ഉണ്ടാകരുത്. കാരണം അവർ നമ്മുടെ സഭയുടെ ആരാധനകളും ആരാധനാ രീതികളും ഒക്കെ കണ്ട്
വളരേണ്ടവരാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ ആരാധനയ്ക്ക് ശേഷം സൺഡേ സ്കൂളിൽ വന്ന് തിരിച്ചു പോകുന്ന ആ ഒരു പ്രവണത എവിടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ചില സഭകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ആരാധനകൾക്ക് നിങ്ങൾ രാവിലെ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് വരിക. ഒരു 1-1.5 മണിക്കൂർ ആ ദൈവസന്നിധിയിൽ അവരെയും കൂടെ ഇരുത്തുക. അവർക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുക. നാളത്തെ സഭയെ നയിക്കേണ്ടത് അവരാണ്. അതുകൊണ്ട് ഈ ഒരു 1-2 മണിക്കൂർ മാറ്റിവെച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിലൊന്നും നഷ്ടപ്പെടുകയില്ല. അത് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ ക്രമമായി നടന്നു വരുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നടക്കുന്നവർ നിങ്ങളെ അറിയിക്കുന്നു. രാവിലെ 10 മുതൽ ഉപവാസ പ്രാർത്ഥനയും 7 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയും സഭയിൽ നടന്നു വരുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രത്യേക ഗാനം പാടിയ അല്യോണോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. 2-3 സർക്കുലറുകളുണ്ട്. ഞാനത് ഗ്രൂപ്പിലിട്ടിരുന്നെങ്കിലും നിങ്ങളെ അറിയിക്കട്ടെ. ഒന്ന്, നമ്മുടെ SUC അതുപോലെ തന്നെ CSI കുട്ടികൾക്കുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമുകളിൽ അവരുടെ ഉപരിപഠനത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സർക്കുലറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് താല്പര്യമുള്ളവർ തക്ക സമയത്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന് സർക്കുലർ 28/2026 ഗസ്റ്റ് ടീച്ചർ വേക്കൻസി ഇൻ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ്. CSI കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ താഴെ കാണിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് എന്നറിയിക്കുന്നു. BMHSS പാലക്കാട്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്. HSST ജൂനിയർ ആണ് കൊമേഴ്സും ഇംഗ്ലീഷും എന്നറിയിക്കുന്നു. BMHSS പരപ്പനങ്ങാടി മലയാളം HSST, കൊമേഴ്സ് HSST ജൂനിയർ. BM ഗേൾസ് HSS കോഴിക്കോട്, ഇംഗ്ലീഷ് HSST, കമ്പ്യൂട്ടർ സയൻസ് HSST, മാത്തമാറ്റിക്സ് HSST, എക്കണോമിക്സ് HSST ജൂനിയർ, കൊമേഴ്സ് HSST ജൂനിയർ. MCC HSS കോഴിക്കോട്, ഇംഗ്ലീഷ് HSST. BMHSS വടകര, ഇംഗ്ലീഷ് HSST, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ HSST ജൂനിയർ. BMPHSS തലശ്ശേരി, ഇംഗ്ലീഷ് HSST, മാത്തമാറ്റിക്സ് HSST. CMS HSS ആരപ്പറ്റ, ഇംഗ്ലീഷ് HSST, മാത്സ് HSST ജൂനിയർ. BMHSS കാസർഗോഡ്, മാത്തമാറ്റിക്സ് HSST ജൂനിയർ, ബോട്ടണി HSST ജൂനിയർ. അതുപോലെ തന്നെ BM ഗേൾസ് HSS കോഴിക്കോട്, സോഷ്യോളജി HSST. MCHSS കോഴിക്കോട്, എക്കണോമിക്സ് HSST ജൂനിയർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ HSST ജൂനിയർ. അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം 26/6/2026 വെള്ളിയാഴ്ച 10 മണിക്ക് സഭാവികാരിയുടെ ശുപാർശ കത്തോടുകൂടെ കോഴിക്കോട് CSI റിട്രീറ്റ് സെൻ്ററിൽ അഭിമുഖത്തിലെത്താൻ അറിയിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ഇതിലേക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കുന്നു. മിസ്റ്റർ ആൽബർട്ട് യേശുദാസ് പൂത്ത്, എഡ്വേർഡ് നെൽസൺ പണ്ടാരപ്പറമ്പ്, ശാന്തിലാൽ ഡേവിഡ് കളരിക്കൽ, പ്രകാശ് തോമസ് രാരിലിക്കൽ, ജോയ് മാനുവൽ വളവത്ത്, ഡയന മരിയ മണ്ണമ്പറമ്പിൽ, അജീഷ് പ്രകാശ് കുമാർ ചിറക്കൽ, അനൂപ് സന്തോഷ് കുമാർ ചിറക്കൽ, ജാനറ്റ് ബേബി അമേങ്കര, ആൽബിൻ സാമുവൽ പന്താരത്തിൽ, ബെന്നി പെരുന്തലായിൽ, ഡഗ്ലസ് പ്രമോദ് കുമാർ തൊട്ടിപ്പറമ്പിൽ, ഗോഡ്ഫ്രഡ് ജയരാജ് പരംജ്യോതി, അനി അബ്രഹാം പരങ്ങത്ത്, അലൻ സനൽ പുതിയേടത്ത്, ഷേർലി ബിയാട്ടിക്സ് പന്തരാത്തിൽ, സജിത രഞ്ജിത്ത് കാരാട്ട്, ഷിബി YS വിളയിൽ, ആൻ എമ്മി ഗ്രേസ് വിളയിൽ, റയാൻ റിജേഷ് പല്ലാറ്റ്, സനൽ ഹാരിസൺ ഫോസ്റ്റർ പരങ്ങത്ത്, റിയ ജെസി സനൽ കോയപ്പ, ആഷിക ടെറൻസ് മുതിരവളപ്പിൽ, അയോണ സജീവ് മണ്ണമ്പറമ്പിൽ, വിജി ആന്തുറുളപ്പിൽ, ജീവിത ഗുണശേഖർ ജി.
പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് സർവശക്തനായ ദൈവം അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞ ഒരു പുതുവർഷം നൽകി അവരെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഗീതത്തിൻ്റെ ആദ്യത്തെ ചരണം പാടുമ്പോൾ വന്നിട്ടുള്ളവർക്ക് മുൻപോട്ട് കടന്നു വരാം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹ വാർഷികം, മറ്റ് പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർക്കും ഈ സമയത്ത് മുൻപോട്ട് കടന്നു വരാം. പ്രാർത്ഥിക്കാം. ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദാതാവായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ നാളുകൾ ഈ ഭൂമിയിൽ പെരുകുന്നത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞകാല ജീവിതയാത്രയിൽ അവിടുന്ന് വിശ്വസ്തനായി അവരെ പരിപാലിച്ചു, അവരെ സ്നേഹിച്ചു, അവരെ സംരക്ഷിച്ചു. അവരുടെ വിശ്വാസയാത്രയിൽ അങ്ങയുടെ നായകത്വം നടത്തിപ്പ് നൽകി അവരെ അനുഗ്രഹിച്ചു. സ്വർഗീയപിതാവേ, ഒരു പുതുവർഷത്തിലേക്ക് നിന്റെ മക്കൾ പ്രവേശിച്ച് പ്രാർത്ഥനയോടുകൂടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയും സാന്നിധ്യവും അങ്ങ് അവർക്ക് നൽകി അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് നൽകിയ ഈ പുതിയ വർഷം ആരോഗ്യ സമ്പൽ സമൃദ്ധമായ പുതുവർഷമായി ജീവിപ്പാൻ അങ്ങ് അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെയും കുടുംബമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അവരുടെ മേൽ വസിക്കണമെന്ന് പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും കാവലും പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് നൽകിയ പുതുവർഷത്തോടും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ കർത്താവിൻ്റെ വരവോളം ഇരിക്കട്ടെ. ആമേൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായിട്ട് പറയാം. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും, വിശേഷ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും, നമ്മുടെ ബിഷപ്പായ റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിക്ക് വേണ്ടിയും, അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് എന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദാനാർപ്പണത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതും എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു. അപ്പോൾ ഒന്നാകൊണ്ട് പലരാ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. കർത്താവിന്റെ സമാധാനം പരസ്പരം പങ്കിടുവിൻ. സ്തോത്ര ദാനങ്ങളെ സമർപ്പിക്കുന്ന സമയത്ത് ഗീതങ്ങളിൽ 102 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 102. നിന്റെ സ്നാനം, രക്തപാനം, മാംസഭോജനം, ആത്മദാനം, ക്രൂശിജ്ഞാനം, ശുദ്ധവചനം.
പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠ ചെയ്യുന്ന പരിശുദ്ധ പിതാവേ, അങ്ങ് മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ അങ്ങിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വം ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടൂത്ത് ചെയ്യാൻ പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാർ നീ സന്നിഹിതനായിരുന്നു പോലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്നും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നതും ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറിയുമാകുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അങ്ങ് മുഖാന്തരം അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ അങ്ങയുടെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൂതന്മാരോടും പ്രധാനന്മാരോടും സകല സംഘത്തോടും കൂടി ഞങ്ങളെപ്പോഴും അങ്ങേ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമി അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം നീയല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ ഒന്നിനു വരുവാനിരിക്കുന്നതിന് വാഴ്ത്തപ്പെടാനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ തന്നെ വഴിപാട് അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗ വഴിപാട് പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം നിലവിലേറെ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്നും തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. യേശുദാൻ ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതാ നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശിക്ഷപ്രകാരം തന്നെ യേശു പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിമിത്തരക്തമാകുന്നു. നിങ്ങളിതാ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പുത്രൻ്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അങ്ങയുടെ മഹത്വമുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുന്ന് അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവിടുന്ന് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അങ്ങയുടെ ഓർമ്മയ്ക്കായി അവിടുത്തെ ദാസരായി ഞങ്ങളിതാ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും
അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ചും ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാകേണ്ടതിനും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അങ്ങിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ചും ഞങ്ങളുടെ കർത്താവാകുന്ന മശികാന്തലിയാവുന്നെങ്കിലേക്ക് സകലത്തിന് വളരേണ്ടതിന് കൃപ നൽകണമേ. യേശു മൂലമായും യേശുവിനോട് കൂടിയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ആ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം സ്തുതിക്കപ്പെടണമേ, രാജ്യം വരണമേ, സ്ത്രീഷ്ടത്തിലെ പല ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തിരുമേശയിലേക്ക് അടുത്തുവരുവാനൊരുങ്ങി നമുക്ക് ഒരു നിമിഷം നമ്മെ വിനയപ്പെടുത്താം. അനുതാപ ബോധത്തോടും പശ്ചാത്താപ ഹൃദയത്തോടും താഴെ വരുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങനെ പലവിധമായ വലിയ കരുണയില്ലാതെ ഞങ്ങളുടെ സ്വന്തം നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ മേശയിൽ വീഴുന്ന പോലും അനുഭവിക്കുവാൻ യോഗ്യതല്ല. എന്നാൽ എപ്പോഴും കരുണയും സ്വഭാവമുള്ളവരാകുന്നു. അതുകൊണ്ട് കൃപയുടെ കർത്താവേ, ഞങ്ങളുടെ പാപശീലിക്കുവാൻ അങ്ങയുടെ ഇഷ്ടപുത്രനായ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരം, സത്യ മുന്തിരിവള്ളിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ മുൻപോട്ട് വന്ന് ഇവയെ ഭക്ഷിച്ച് പാനം ചെയ്യുവിൻ.
കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ കർത്താവിന്റെ വരവോളം ഇരിക്കട്ടെ. ആമേൻ.
ക്രിസ്തുയേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടും നിങ്ങളുടെ ഹൃദയങ്ങളോടും കൂടെ കർത്താവിൻ്റെ വരവോളം ഇരിക്കട്ടെ. ആമേൻ. ക്രിസ്തുയേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടും നിങ്ങളുടെ ഹൃദയങ്ങളോടും കൂടെ കർത്താവിൻ്റെ വരവോളം ഇരിക്കട്ടെ. ആമേൻ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സക്രമന്തം വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങളെ അങ്ങയുടെ മക്കളായ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അങ്ങയുടെ മഹാവിലയേറിയ ശരീരവും രക്തവും ആത്മീയ അവിടുന്ന് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. അങ്ങയുടെ വിരുദ്ധരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും ജീവനും വിശുദ്ധയാകും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതാകുന്നല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവം തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടതിന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങേ അനുസരിച്ച്
ഒടുവിൽ അങ്ങയുടെ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ സകല വിശുദ്ധന്മാരോട് സന്തോഷിക്കേണ്ടതിന് കൃപയൊന്ന് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ഏകതയുമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും എല്ലാം ഉണ്ടായിരിക്കട്ടെ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടിയിരിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തിൽ പോകാം. എല്ലാവരും സ്വസ്ഥാനങ്ങളിലായിരിക്കണം. ഈ സമയത്ത് സ്കോളർഷിപ്പ് ലഭിച്ച A+ ലഭിച്ച കുട്ടികൾക്ക് സഭയുടെ ഉപഹാരം നൽകുന്നതായിരിക്കും. അതിനായി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം തുടർന്ന് പൊതുയോഗം തുടർന്ന് നടക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ അത് തീരും. നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച നെഹ നിക്സിനെ സഭ അനുമോദിക്കുന്നു. ഈ സമയത്ത് നഹിക്ക് മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച ഫുൾ A+ ലഭിച്ച ബെനീറ്റോ ലിയോൺ സഭ ബെനീറ്റോയെ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാനായി ബെനീറ്റോയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. LSS സ്കോളർഷിപ്പ് ലഭിച്ച ആഞ്ചലീന ഷാനുഷവിയെ സഭ ആദരിക്കുന്നു. അതിനായി ആഞ്ചലീനയെ ക്ഷണിക്കുന്നു. പൊതുയോഗം ആരംഭിക്കുകയാണ്.